നമസ്കാരം. ഫോക്സ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ഒരു കളി കാണാൻ കാത്തിരുന്നത് 6 വർഷം. ആ കളിക്ക് വേണ്ടി മുടക്കിയത് 6 കോടി രൂപ. 2 ഉദ്ഘാടനങ്ങൾ നടത്തി. ഇപ്പോഴും ദാണ്ടേ ഇത് കണ്ടോ, ഒരു പ്രേതാലയം പോലെ കിടക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് പുനലൂർ നഗരസഭയുടെ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. കോടികൾ മുടക്കി നിരവധി വർഷങ്ങൾ കാത്തിരുന്നിട്ടും ഇതിനകത്ത് നശിച്ചു പോകുന്ന ഉപകരണങ്ങളും നശിച്ചു പോകുന്ന കെട്ടിട ഭാഗങ്ങളുമാണ് നമുക്ക് കാണാൻ വിധി. ഇതുവരെ ഇത് ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പുനലൂരിലെ കായിക പ്രേമികൾക്ക് പ്രതീക്ഷ നൽകിയ പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷം പിന്നിടുന്നു. കോടികൾ മുടക്കി നിർമ്മിച്ച സ്റ്റേഡിയം തുറക്കാൻ ഇനിയും ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് സൂചന. അതിന്റെ പ്രധാന കാരണം സ്റ്റേഡിയത്തിന്റെ പല ഭാഗങ്ങളും നശിച്ചു തുടങ്ങി എന്നതാണ്. ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ സേഫ്റ്റിക്കുള്ള സൗകര്യമാണ്. ഇതുണ്ട്, ഇതിന്റെ പാക്കിംഗ് എല്ലാം ഇളകി മാറിയ നിലയിലാണ്. ഇനി ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. അത് കണ്ടോ, ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ജനറേറ്ററാ. ഇതിനകത്ത് വൈദ്യുതി സൗകര്യം ഇല്ലെങ്കിൽ വൈദ്യുതി പ്രവർത്തിപ്പിക്കാൻ വെച്ചതാ. കാട് മൂടി കിടക്കുക. അതിന്റെ പല ഭാഗങ്ങളും നശിച്ചുപോയി. വെറുതെ നമുക്ക് എത്രയോ ലക്ഷങ്ങളാ, കോടികളാണ് പുനലൂരിൽ. നമ്മുടെ നാട് ഒരിക്കലും നന്നാവത്തില്ലെന്നുള്ളൊരു തോന്നലാ ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട്. മേൽക്കൂരയിൽ ചോർച്ചയായി. അകത്തെ ഓഫീസ് മുറിയിലെ പാകിയ ടൈലുകളെല്ലാം പൊട്ടി തകർന്നു. ഉള്ളിൽ പാകിയ മേപ്പിൾ പലകകൾ വെള്ളം വീണും ഈർപ്പമുണ്ടായും നശിച്ചു തുടങ്ങി. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇൻഡോർ സ്റ്റേഡിയം അടച്ചിട്ടിരിക്കുക. ഇതിനകത്തെ കാഴ്ചകൾ അതിദയനീയമാണ്. അതായത് ഇത് കണ്ടോ, ഇതിന്റെ ഗ്രൗണ്ട് ഒരുക്കാൻ വേണ്ടി, ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ട് ഒരുക്കാൻ വേണ്ടി കൊണ്ടുവന്ന മേപ്പിൾ പലകകളുടെ അവസ്ഥയാണ്. മേപ്പിൾ പലകകൾ ഒരുപാട് വർഷം കാത്തിരുന്ന് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന സാധനം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം കിടക്കുന്ന അവസ്ഥ ഉണ്ടോ. ഒരു ദിവസം ഒരു ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട്, അതായത് നമ്മുടെ പുഷ്പലത മാഡം നഗരസഭ ചെയർപേഴ്സൺ ആയിട്ടിരുന്ന സമയത്ത് അവർ ഇറങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് വെച്ച ഒരു ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി ഒരിക്കൽ മാത്രമാണ് ഇതിനകത്തൊരു വോളിബോൾ ഉദ്ഘാടന മത്സരം സംഘടിപ്പിച്ചത്. അന്നൊരു കളി വെച്ചതൊഴിച്ചാൽ ഇതിനകത്ത് ഒരു പരിപാടി നടന്നിട്ടില്ല. ഇതിന്റെ മേൽക്കൂരയിൽ ചോർച്ചയുണ്ട്. അപ്പുറത്തെ ഓഫീസ് റൂമിന്റെ ടൈലുകൾ ഇളകി പൊട്ടിത്തെറിച്ചിരിക്കുന്നു. മേപ്പിൾ പലകകൾ നശിച്ചിരിക്കുന്നു. എല്ലാം നശിച്ചു. 6 കോടി രൂപ മുടക്കിയ പദ്ധതിയാണ്. എന്തിനാണ് ഇങ്ങനെ ഇത്രയും പണം അനാവശ്യമായിട്ട് കുഴിച്ചിടുന്നത്? നമ്മുടെ യുവാക്കളുടെ കായിക സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷ നൽകിയ ഒരു കെട്ടിടമാണ് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ നശിച്ചു പോകുന്നത്. ചുവരുകളിലെ പെയിന്റിംഗ് ഭൂരിഭാഗവും ഇളകി മാറി. മഴവെള്ളം വാർന്നു പോകാൻ സ്ഥാപിച്ച പൈപ്പുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞു. ഇതുവരെ 5,63 ലക്ഷം രൂപ മുടക്കിയ സ്റ്റേഡിയം ഇനിയും അറ്റകുറ്റപ്പണികൾ നടത്താതെ തുറക്കാനാവില്ല. മേൽക്കൂര എന്ന വേസ്റ്റ് വെള്ളം ഒഴുകി വരുന്ന പൈപ്പാണ്. വേണ്ടോ, ഇതിന്റെ വാൽവുകളെല്ലാം ഇപ്പോഴേ നശിച്ചുപോയി. എല്ലാം പൊട്ടി വെടിച്ചു കീറിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇത് കണ്ടോ, ലക്ഷങ്ങൾ മുടക്കി പെയിന്റ് അടിച്ചത്. അതിന്റെ പെയിന്റിങ് എല്ലാം ഇളകിപ്പോയി. മൊത്തം ഇതാണ്. അതായത് ഇത് വയൽ നിരത്തി വെച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇത് കണ്ടോ, മാത്രമല്ല കണ്ട് കെട്ടിടത്തിൽ പൊട്ടലും ഉണ്ട്. ഉണ്ടോ, എല്ലാം പാച്ച് വർക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇത് നമ്മൾ വയലിനകത്തി വെച്ചിട്ടുള്ളൊരു കെട്ടിടമാണ്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ കെട്ടിടത്തിന് ഉണ്ട്. മാത്രമല്ല, ഇതിലേക്ക് വരാനുള്ളൊരു വഴി സൗകര്യമില്ല. അത് പുനലൂർ ചെമ്മന്തു മൈതാനത്തിനുള്ളിലൂടെ ഇതിനകത്തേക്ക് കയറി വരാൻ പറ്റത്തുള്ളൂ. 8 മാസം മുമ്പ് PS സുബാൽ MLA ഫണ്ടിൽ നിന്ന് 12 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ സ്പോർട്സ് ഉപകരണങ്ങളാണിത്. സ്റ്റേഡിയം തുറക്കാതെ വന്നതോടെ ഇതും ഇപ്പോൾ ഉപയോഗമില്ലാതെ നശിക്കുകയാണ്. ഉപകരണങ്ങൾ വന്നാൽ സ്റ്റേഡിയം പ്രവർത്തിപ്പിക്കാമെന്നായിരുന്നു ആദ്യ ധാരണ. എന്നാൽ നഗരസഭാ അധികൃതർ നടത്തിയ പരിശോധനയിൽ അപാകതകൾ കണ്ടെത്തിയതോടെ തുറക്കാനായില്ല. സ്റ്റേഡിയത്തിനുള്ളിലെ അമിത ചൂട്, ലൈറ്റുകൾ വിന്യസിച്ചതിലെ അപാകതകൾ ഉൾപ്പെടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാനുണ്ട്. നിർമ്മാണം നടത്തിയത് പൊതുമേഖലാ സ്ഥാപനമായ കിറ്റ്കോയാണ്. കിറ്റ്കോ അധികൃതരും അവർ കരാർ നൽകിയവരും എത്തി മാസങ്ങൾക്ക് മുൻപ് അപാകതകൾ പരിശോധിച്ച് നേരിട്ട് ബോധ്യപ്പെട്ടിരുന്നു. എന്നാൽ അപാകത പരിഹരിക്കാൻ ഇനിയും വേറെ പണം കണ്ടെത്തേണ്ട അവസ്ഥയാണ്. കിഫ്ബിയിൽ നിന്ന് അറ്റകുറ്റപ്പണിക്ക് പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ കത്ത് നൽകിയിട്ടുണ്ട്. സ്റ്റേഡിയം പൂർണ്ണമായും വിട്ടുകിട്ടിയിട്ടില്ലാത്തതിനാൽ നിലവിൽ നഗരസഭയ്ക്ക് ഇതിൽ അറ്റകുറ്റപ്പണിയോ നിർമ്മാണമോ നടത്താനാവില്ല എന്നാണ് നഗരസഭ നൽകുന്ന വിശദീകരണം. 2022 ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കി തൊട്ടടുത്ത ജൂണിൽ അന്നത്തെ കായിക മന്ത്രി ഉദ്ഘാടനവും നടത്തി. നഗരസഭയുടെ സഹകരണത്തോടെ സംസ്ഥാന കായിക യുവജനകാര്യ ഡയറക്ടറേറ്റാണ് സ്റ്റേഡിയം നിർമ്മിച്ചത്. വയൽ നികത്തി നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ ഭൂമി തരം മാറ്റുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ നവംബറിൽ സ്റ്റേഡിയം രണ്ടാമതും ഉദ്ഘാടനം ചെയ്തെങ്കിലും പിന്നീട് ഇതുവരെ തുറക്കാനായിട്ടില്ല. രണ്ടാമത്തെ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി നടത്തിയ വോളിബോൾ പ്രദർശന മത്സരമാണ് 3 കൊല്ലത്തിനിടെ ഇവിടെ നടന്നിട്ടുള്ള ഏക മത്സരം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സാധനം, പുനലൂർ നഗരസഭയിൽ പ്രതിപക്ഷമില്ല.
ഈ ഭരണപക്ഷത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് കരുത്തുള്ള, അതിനാപ്റ്റായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഇല്ല തന്നെ. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.